ഹലോ സർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്യാസ്ട്രൈറ്റിസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്, എങ്ങനെയാണത് വരുന്നത്, അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് നമ്മളുടെ പല രോഗങ്ങളുടെയും കാരണം. നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു ഇഗ്നോറൻസ് ആണ്. പക്ഷേ നമ്മൾ മരുന്ന് കഴിക്കുന്നതിൽ ആ ഒരു ഇഗ്നോറൻസ് കാണിക്കാറുമില്ല. അതാണ് മെയിൻ എല്ലാത്തിൻ്റെയും കാരണം എന്നാണ് സർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തത്. സോ പല നമ്മുടെ കമൻസിലൊക്കെ പലരും ചോദിച്ചിരുന്നു എച്ച് പൈലോറിസ് ബാക്ടീരിയസിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്നുള്ളത്. നമുക്കതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ. അപ്പം എച്ച് പൈലോറി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഗ്യാസ്ട്രൈറ്റിസിനെ കുറിച്ച് പറഞ്ഞിരുന്നതാണ്. പലപ്പോഴും ഈ പറയുന്ന എരിവ് കഴിക്കുന്നതും പുളി കഴിക്കുന്നതും ഒക്കെയാണ് ഭൂരിഭാഗം ആൾക്കാരും ഈ വയറ്റിലെ പ്രശ്നം എന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുന്നു, ആ ഒരു രീതിയൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം ഒരു 70% റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എച്ച് പൈലോറി തന്നെയാണ്. എച്ച് പൈലോറി ബാക്ടീരിയ ആണ്. അപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നതാണോ അല്ലെന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ അതിന് രണ്ട് തരമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതൊന്ന് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസും ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും. ഓക്കെ. അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ആ 1-2 ആഴ്ചകളിൽ വരുന്ന വയറ്റിലെ പ്രശ്നമാണ്. അതിനകത്ത് നെഞ്ചരിച്ചിൽ, പുളിച്ചേട്ടൽ, വയറുവേദന, അല്ലെന്നുണ്ടെങ്കിൽ വായിൽ കയ്പ്പ് വരുന്ന രീതികൾ, അങ്ങനെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു 1-2 ആഴ്ചയുടെ ഉള്ളിലുള്ള സംഭവിച്ചതാണെങ്കിൽ അത് ചിലപ്പോൾ ഭക്ഷണം മാറിയതിൻ്റെ ആവാം, ഹോട്ടലിൽ നിന്ന് കഴിച്ചതിൻ്റെ ആവാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യം. പക്ഷെ ഭൂരിഭാഗം ആളുകളുടെ ഒരു നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നം എന്ന് പറയുന്നത് അത് 1 മാസം, 6 മാസം, 1 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം എന്നുള്ള കണക്ക് വരുന്നതാണ്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഭൂരിഭാഗം അതിന് കാരണം വരുന്നത്. അതിൽ 2 രീതികളുണ്ട്. ഒന്ന് ഹൈപ്പോ ആസിഡിറ്റി, ഒന്ന് ഹൈപ്പർ ആസിഡിറ്റി എന്ന് പറയുന്ന രീതികളുണ്ട്. അപ്പോൾ എച്ച് പൈലോറി ഉണ്ടോ ഇല്ല നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ സിംറ്റം കേൾക്കുമ്പോഴേ മനസ്സിലാവും. രണ്ടാമത്തെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റിൽ എപ്പോഴും അത് കാണണമെന്ന് നിർബന്ധമില്ല. മൂന്നാമത്തെ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത് എൻഡോസ്കോപ്പി ചെയ്തേച്ച് ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ ബയോപ്സി എടുത്തിട്ട് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ അതും മനസ്സിലാകത്തില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൂളിൽ നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ മെത്തഡുകളാണ് ഇത് കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പല സാഹചര്യങ്ങളിലും എച്ച് പൈലോറി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിപ്പിൾ തെറപ്പി, അതായത് 2 തരം ആൻറ്റിബയോട്ടിക്കുകൾ വരും, അതേപോലെ തന്നെ ആൻറ്റാസിഡ്സ് വരും, ഗ്യാസിൻ്റെ ഗുളികയൊക്കെ ആയിട്ട് കഴിക്കുന്ന രീതിയാണ്. പക്ഷേ അത് നമ്മുടെ റെസിസ്റ്റൻസ് വരുമ്പോൾ അത് പിന്നെ വർക്കൗട്ട് ആവില്ല, പിന്നെ എത്ര എടുത്താലും വർക്കൗട്ട് ആവില്ല. അപ്പം അതിന് നമ്മൾ ജോൺ മറൈൻസിൽ നമ്മുടെ രീതി അനുസരിച്ചുള്ള ഒരു ട്രിപ്പിൾ തെറപ്പിയാണ് പ്ലാൻ ചെയ്തത്. അതിനകത്താണ് നമ്മൾ മെയിനായിട്ടും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന രീതികളുള്ളത്. സർ, എന്തൊക്കെയാണ് ഈ നാച്ചുറൽ മാനേജ്മെൻറ്റ് മെത്തേഡ്സ് വരുന്നത്? നാച്ചുറൽ മാനേജ്മെൻറ്റിൽ നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഒരു 3 ടൈപ്പാണ്. ഒന്ന് നമുക്ക് പ്രോബയോട്ടിക്സ് ആണ്. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇപ്പം ഈ പഴങ്കഞ്ഞി ഒരു പ്രോബയോട്ടിക് ആണ്. അതേപോലെ തന്നെ നമ്മൾ അധികം പുളി ഇല്ലാത്ത രീതിയിലുള്ള തൈര്, അതൊരു പ്രോബയോട്ടിക് ആണ്. പിന്നെ ഏതൊരു വെജിറ്റബിൾസ്, ഏതൊരു കാര്യവും നമ്മൾ ഫെർമെൻറ്റഡ് ആയിട്ട് വെച്ച് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് അതെടുക്കുന്നത് അതൊരു പ്രോബയോട്ടിക് രീതികളാണ്. അപ്പോൾ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തഡുകളാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഒരു 10 ഇരട്ടി റിസൾട്ട് കിട്ടുന്നത് നമ്മൾ പ്രോബയോട്ടിക്സ് നമ്മൾ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യുമ്പോഴാണ്. അത് നമ്മുടെ ഏരിയ അവിടെയാണ്. അപ്പം അത് നമ്മൾ ഫുഡ് സപ്ലിമെൻ്റ് അണ്ടറിൽ തന്നെ വരുന്നതാണ്. പക്ഷെ ഓരോ ടൈപ്പ് പ്രോബയോട്ടിക് ഉണ്ട്. അതായത് നമുക്കിപ്പം വയറിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് തലവേദന ഉണ്ടെങ്കിൽ അതിന് വേറെ പ്രോബയോട്ടിക് ആണ്. അപ്പോൾ വയറിൻ്റെ പ്രശ്നം കൊണ്ടുള്ളത് മോഷൻ ടൈറ്റായിട്ട് പോവുകയാണെങ്കിൽ വേറെ പ്രോബയോട്ടിക് ആണ്, മീഡിയം രീതിയിൽ വേറെയാണ്, ലൂസായിട്ട് പോവുകയാണെങ്കിൽ വേറെയാണ്, പലതവണ പോകുന്നതിന് വേറെയാണ്. അപ്പോൾ എല്ലാത്തിനും വേറെ വേറെ ടൈപ്പാണ്. അപ്പോൾ ചുമ്മാ നമ്മൾ പോയിട്ടൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയാൽ പ്രോബയോട്ടിക് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ വെച്ചാൽ കാര്യമില്ല. പല സാഹചര്യങ്ങളിൽ നമുക്ക് ബാഡ് ബ്രെത്ത്, നമ്മൾ സംസാരിക്കുമ്പോൾ സ്മെല്ല് വരുന്നത്, വേർപ്പിന് സ്മെല്ല് വരുന്നത്, അതിന് വേറെ ടൈപ്പ് പ്രോബയോട്ടിക് ആണ്. അപ്പോൾ ഓരോ ടൈപ്പ് പ്രോബയോട്ടിക്സ് ഉണ്ട്. പിന്നെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ, അരിശം ഇറിറ്റേഷൻസ് ആയിട്ടുള്ളവർ, അതിന് വേറെ ടൈപ്പാണ്. ഇതെല്ലാം വെറൈറ്റി രീതിയിലുള്ള പ്രോബയോട്ടിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന് അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ക്ലാരിറ്റിയോട് കൂടി ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അതിന് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൊടുക്കുന്ന പ്രോബയോട്ടിക് ഒരു ക്യാപ്സുലാണ്. അത് നമ്മൾ തൈരിനകത്തിട്ട് പഴങ്കഞ്ഞിയിലിട്ട് രാത്രി വെക്കുക, രാത്രി കഞ്ഞിയിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും. അതിൽ നമ്മൾ തൈരും മറ്റു വെജിറ്റബിൾസും കറികളൊക്കെ ഇട്ടിട്ട്, അധികം എരിവ് വേണ്ടെന്നേ ഉള്ളൂ, ഇട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഏറ്റവും എച്ച് പൈലോറിയിൽ ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ടത് നിക്കൽ ഫുഡാണ്. അതേപോലെ തന്നെ ഉപ്പാണ്. ഉപ്പിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കണം. നിക്കലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഈ പൾസസ്, നമ്മുടെ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, സാധനങ്ങളൊക്കെ, പിന്നെ ബ്രൗൺ റൈസ്, തവിടിലുള്ളത്, പിന്നെ ഗോതമ്പ് സാധനങ്ങൾ,
പച്ചരിയാണ് കുറച്ചുകൂടെ ബെറ്റർ. അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതാണ് മെയിനായിട്ടും ഡയറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രോബയോട്ടിക്കിന് ശേഷമുള്ള രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറ്റാണ്. ഇത് ഒരുമിച്ചാണ് ഇത് പോകേണ്ടത്. അപ്പൊ ഡയറ്റിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് അതൊരു 2 വീക്സ് കറക്റ്റായിട്ട് ചെയ്താൽ ഈ എച്ച് പൈലോറിയുടെ കാര്യത്തിൽ നല്ല ചേഞ്ചസ് വരും. അപ്പം ആ ഒരു ട്രാക്കിൽ വന്ന പക്ഷെ ഇതെല്ലാം ചെയ്തേച്ച് ഇടയ്ക്ക് വന്നേച്ച് എന്തെങ്കിലും ഫുഡ് മാറി വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടിങ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പൊതുവെയുള്ള ഗ്യാസിന്റെ മരുന്നുകളും അതും ഇതൊക്കെ എടുത്തിട്ടും മാറ്റമില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഡാമേജ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെർബൽ മെഡിസിൻസ് ആണ്. ഹെർബൽ കോമ്പിനേഷനിനകത്ത് ഹെർബൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ നന്നാറി എന്ന് പറയുന്ന ഹെർബുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ജിഞ്ചറുണ്ട്, പിന്നെ ഈ കരിഞ്ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, ഇരട്ടിമധുരമുണ്ട്. ഇതിനകത്തെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ഇത് കാരണം അല്ലാത്തതിന് കൂടുതലും റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ എടുത്താൽ ഏക്കത്തില്ല. അപ്പോൾ ഇതിന് നല്ല റിസൾട്ട് വരുന്നതുകൊണ്ട് ഈ 3 ടൈപ്പ് കോമ്പിനേഷനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പലതരം ഹെർബൽ കോമ്പിനേഷനകത്ത് ഇത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് അതിന് മാറ്റം വരുന്നത്. അതായത് പ്രോബയോട്ടിക്കിൻ്റെ ഒരു വേറെ കാറ്റഗറിയാണ്, ഹെർബൽ മെഡിസിൻ്റെ വേറൊരു കാറ്റഗറിയാണ്, അതേപോലെ തന്നെ ഡയറ്റ് വേറൊരു രീതിയിലാണ്. ഇത് 3 കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് അതിന് റിസൾട്ട് വരുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസിനെ മാനേജ് ചെയ്യുന്നത്? ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് പേർക്ക് എച്ച് പൈലോറി ബാക്ടീരിയാസിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്താണത്, അതെങ്ങനെയാണ്, നമുക്ക് വേണ്ടതാണോ, അത് എക്സസ് ആകുമ്പോഴാണോ പ്രശ്നം എന്നൊക്കെ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ എക്സ്പ്ലെയിനിങ് ഇറ്റ്. താങ്ക് യു സർ.